ടീച്ചേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ കൊറോണ കാലമൊക്കെ ആയിട്ട് വീട്ടിലിരിപ്പാണല്ലോ. പക്ഷെ കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷയൊന്നും കഴിയാത്ത കാരണം നമ്മൾ ഓൺലൈനിലൊക്കെ പരീക്ഷയൊക്കെ നടത്തി അവരെ പഠിപ്പിൻ്റെ അതേ ആ മൂഡിലോട്ട് വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓൺലൈനിൽ എങ്ങനെ പരീക്ഷ നടത്താം എന്നുള്ളതിൻ്റെ എക്സാമ്പിളുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹയർ സെക്കൻഡറിയിലെ പല ടീച്ചേഴ്സും സംഘടനകളുടെ രൂപത്തിൽ ഓൺലൈനിൽ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ HSTA സംഘടനയ്ക്ക് വേണ്ടി ഞാൻ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓൺലൈനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് വിശദമായി പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇത്. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് കോളേജ് ടീച്ചർ ആവട്ടെ, LP ആവട്ടെ, UP ആവട്ടെ, ഹൈസ്കൂൾ ആവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, ആർക്കും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ഓൺലൈനിൽ കൂടെ നടത്തി എങ്ങനെ കുട്ടികളുടെ അടുത്ത് എത്തിക്കാമെന്നും അവർക്കതിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കാമെന്നും വിശദമായി മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, എങ്ങനെ നമുക്ക് ഓൺലൈനിൽ പരീക്ഷ ഫോം ഡിസൈൻ ചെയ്യാം, ഫോം കുട്ടികളുടെ അടുത്തേക്ക് എങ്ങനെ എത്തിക്കാം, എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ലിങ്ക് എങ്ങനെ അയച്ചു കൊടുക്കാം, എങ്ങനെയാണ് ലിങ്ക് എനേബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ലിങ്ക് ഡിസേബിൾ ചെയ്യുന്നത്, റിസൾട്ടിൻ്റെ ബേസിൽ നമുക്കൊരു വിശകലനം നടത്താം. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എത്ര കുട്ടികൾ എത്ര ശതമാനം ശരിയാക്കി, അങ്ങനെയുള്ള വിശകലനം നടത്താനുള്ള ഒരു ഓപ്ഷനും നമ്മൾ ഇതിൽ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യാം. ഒരു ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ A to Z നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ google.com എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാണുന്ന വിൻഡോയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫോംസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. കണ്ടില്ലെങ്കിൽ മോർ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ താഴെ എവിടെയെങ്കിലും കാണും, ഫോംസ് എന്ന് പറഞ്ഞ് കാണും. ഫോംസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോംസിൻ്റെ വിൻഡോ തുറന്നു വരും. ഫോംസിൻ്റെ വിൻഡോ തുറന്നു വരുമ്പോൾ 2 തരത്തും ഫോംസ് ആണുള്ളത്. ഗോ ടു ഗൂഗിൾ ഫോംസിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഫോംസിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കും. അത് നമ്മുടെ ഗൂഗിളിൻ്റെ ഇമെയിൽ ID, Gmail ID ഏതാണോ അതും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. കാരണം ഫോംസ് ഗൂഗിളിൻ്റേതാണല്ലോ. തീർത്തും പുതിയൊരു ഫോമാണ് നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ എക്സാമിന് വേണ്ട എല്ലാ സൗകര്യങ്ങളുള്ള ഫോം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്താൽ മതി. ഗൂഗിളിൻ്റെ ഫോംസിൻ്റെ ഉള്ളിലെ ബ്ലാങ്ക് ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് തീർത്തും പുതിയ ഒരു ഫോം ഓൺലൈൻ പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പം നമ്മൾ ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്തു. എന്നിട്ട് ഫോമിന് ആദ്യമേ തന്നെ നമ്മളൊരു പേര് കൊടുക്കണം. ഇപ്പോൾ അതിൽ കിടക്കുന്ന പേര് അൺടൈറ്റിൽഡ് ഫോം എന്നായിരിക്കും. അത് നമ്മൾ മാറ്റി നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോമിൻ്റെ പേരല്ല, ഫോമിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് ഇപ്പം ഞാനിവിടെ എഴുതി വച്ചേക്കുന്നത്. HSTA-കാരുടേതാണ് എന്ന് കാണിക്കാൻ വേണ്ടി HSTA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പേരിട്ടു. ഫോമിന് പേര് ഇതേവരെ ഇട്ടിട്ടില്ല, അൺടൈറ്റിൽഡ് ഫോം എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണോ എന്ന് ചോദ്യമുണ്ട്. നമുക്ക് ഈ ഫോം ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമായും വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ബോക്സ് കളഞ്ഞാൽ മതി. അപ്പോൾ കുട്ടികൾ എഴുതിയവർക്ക് റെസ്പോൺസ് വേണോ എന്നൊരു ഓപ്ഷൻ വേറെ ഉണ്ട്. അതായത് ഫോം ഫില്ല് ചെയ്തത് കറക്റ്റ് ആയെങ്കിൽ അവർക്കൊരു റെസ്പോൺസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാൾക്ക് ഒരു തവണ റെസ്പോണ്ട് ചെയ്യാവൂ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത ഫോം എടുത്ത് രണ്ടാമത് കുട്ടികൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം മാറ്റി എഴുതണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനൊക്കെ ആണെങ്കിൽ Gmail സൈൻ ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട. റെസ്പോൺസ് വേണ്ടെങ്കിൽ ഇമെയിൽ തരുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഫോം ഉണ്ടാക്കുമ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാം. സാധാരണ പ്രസൻറ്റേഷനിലാണെങ്കിൽ നമ്മൾ
ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് അടുത്ത തവണ ക്ലിക്ക് ചെയ്ത് ഇനിയും ഫോമിൽ കയറി പരീക്ഷ എഴുതണോ എന്ന ചോദ്യം ആദ്യത്തെ തവണ ഒരു കുട്ടി പരീക്ഷ എഴുതിയതിന് ശേഷം വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ്. അത് ടിക്കിട്ടാൽ, അത് ടിക്കിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ആദ്യത്തെ തവണ പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ അറ്റൻഡിങ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ്, 50 ചോദ്യങ്ങളുടെ പരീക്ഷയാണെങ്കിൽ 50 ചോദ്യങ്ങൾ കഴിയുമ്പോൾ താങ്ക് യു ഫോർ അറ്റൻഡിങ് എക്സാം, പ്ലീസ് ക്ലിക്ക് അല്ലെങ്കിൽ സീ യുവർ റിസൾട്ട് ബൈ പ്രസ്സിങ് സബ്മിറ്റ് കീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ അയ്യോ എഴുതിയത് മോശമായിപ്പോയി, അതായത് രണ്ടാമത് മൊത്തം എഴുതണമെന്ന് കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ള ടിക്കിട്ടോ കുട്ടിക്ക് അടുത്ത റെസ്പോൺസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബേസിക് സെറ്റിങ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഫോം ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ക്വിസസ് എന്നുള്ളത്. അതിൽ മേക്ക് ദിസ് എ ക്വിസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മാത്രമല്ല റിസൾട്ട് എപ്പോൾ കാണിക്കണമെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ ടിക്കിട്ടാൽ കുട്ടി പരീക്ഷ 50 എഴുതി കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ ഞെക്കിയാൽ ഉടനെ റിസൾട്ട് വരും. അതല്ല നമുക്ക് കുട്ടിയുടെ റിസൾട്ടൊക്കെ എടുത്തു വെച്ച് പിന്നെ റിസൾട്ട് കാണിച്ചാൽ മതിയെങ്കിൽ ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ മതി. ഇപ്പം നമ്മൾ എഴുതുന്ന ഓൺലൈൻ എക്സാമൊക്കെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ രീതിയിലാണ്. എന്നിട്ട് സേവ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഫോമിൽ ഇമെയിൽ അഡ്രസ്സ് വേണ്ടാന്ന് വെച്ചു, ഒരു റെസ്പോൺസ് മാത്രമാക്കി ചുരുക്കണത് പരിപാടിയും വേണ്ടാന്ന് വെച്ചു. കുട്ടിക്ക് എത്ര തവണ വേണമെങ്കിലും പരീക്ഷ എഴുതാം. ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാനുള്ള സ്ഥലമാണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത് കുട്ടിയുടെ പേരെന്ത്. അപ്പോൾ ഈ കുട്ടിയുടെ പേരെന്തെന്ന ചോദ്യത്തിന് കുട്ടി തിരിച്ച് മറുപടിയായിട്ട് കുട്ടിയുടെ പേരായിരിക്കുമല്ലോ എഴുതുന്നത്. അപ്പോൾ ആ തരം ഉത്തരങ്ങളാണെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പായിട്ടുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ഒരു ചോദ്യം കൊടുത്താൽ ഷോർട്ട് ആൻസർ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഉത്തരം ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം താഴെ വരും. ഇനി അതിൻ്റെ താഴെ നോക്കിയാൽ കാണാം റിക്വയർഡ് എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആക്കിയിട്ടേക്കുന്നത്. അതായത് ഇത് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് അടുത്തേൽ പോകാൻ പറ്റില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി ഈ ഫോം വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് നോക്കി കഴിഞ്ഞാൽ പോകും. ഇതാ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷൻ കാണാം. അതായത് കുട്ടിയുടെ ഈ എൻ്റർ ദ നെയിം ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഫുൾ നെയിം വേണമെന്നോ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവണമെന്നോ അങ്ങനെയുള്ള വിവരണങ്ങൾ നമുക്കതിൽ കൊടുക്കാം. ഇനി റെസ്പോൺസ് വാലിഡേഷൻ കൊടുത്ത കുട്ടി പേര് ചോദിച്ചപ്പോൾ അവിടെ 1 2 3 എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് കുട്ടിയുടെ റെസ്പോൺസ് ചെക്കൊക്കെ ചെയ്ത് വാലിഡേഷൻ ചെക്ക് ചെയ്ത് ഉറപ്പിക്കാം. തൽക്കാലം നമ്മളത് ചെയ്യണില്ല, കുട്ടി എന്ത് വേണമെങ്കിലും അടിച്ചോട്ടെ എന്നുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ സൈഡിൽ പല ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ഏറ്റവും അവസാനത്തെ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻസാണ്. ആഡ് ക്വസ്റ്റ്യനും ആഡ് സെക്ഷനും. അതിൽ ബാക്കി കാണുന്ന സെക്ഷൻസ് തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്സ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ നമുക്ക് ഇടയ്ക്കുള്ള ഓപ്ഷൻസൊക്കെ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതാ അടുത്ത ചോദ്യത്തിന് വേണ്ടി ആഡ് ക്വസ്റ്റ്യൻ ഞെക്കി. ഇനി ഇപ്പം നമ്മളവിടെ ചോദിക്കാൻ പോകുന്നത് എൻ്റർ യുവർ സ്കൂൾ നെയിം എന്നാണ്. കുട്ടിയുടെ സ്കൂളിൻ്റെ പേരേത്. അതും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമുക്കതിൽ കൂടുതൽ വിശദീകരിച്ചൊന്നും എഴുതാനില്ല, 1 2 വാചകമല്ലേ വരുള്ളൂ. അപ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പ് തന്നെ, അതും മസ്റ്റാണ്, റിക്വയർഡ് ടു. അടുത്തതായിട്ട് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത് കുട്ടി ഏത് ജില്ലക്കാരനാണ് എന്നാണ്. അപ്പോൾ എൻ്റർ യുവർ ഡിസ്ട്രിക്റ്റ്. ജില്ലയുടെ പേര് കുട്ടിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ പലരും പല സ്പെല്ലിങ്ങൊക്കെ അടിക്കും. അതിന് പകരം നമ്മൾ ഒരു ലിസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, എല്ലാ ജില്ലകളുടെയും പേരെഴുതിയിട്ട്. കുട്ടിക്ക് അതിൽ വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് കുട്ടി നോക്കി സെലക്ട് ചെയ്യേ വേണ്ടു, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ 14 ജില്ലകളുടെയും ലിസ്റ്റ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്തുണ്ടാക്കി. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ കുട്ടിക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ണൂർ, കാസർഗോഡ് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കേരളത്തിന് പുറത്തുനിന്നുള്ള കുട്ടികളും ഒരു പക്ഷേങ്കിൽ ഓൺലൈനിൽ ഈ എക്സാം ട്രൈ ഉണ്ടാവില്ല. അവർക്കൊരു ഓപ്ഷനായിട്ട് ഔട്ട്സൈഡ് കേരള എന്നുള്ള രീതിയിലും ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള രീതിയിലും 2 ഓപ്ഷനും കൂടി ഞാൻ കൂട്ടിയിട്ടു. അതർ സ്റ്റേറ്റ് എന്നുള്ള പേരിലും ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള പേരിലും.
അത്രയും കഴിഞ്ഞപ്പോൾ അതും നമുക്ക് നിർബന്ധമാണ്, റിക്വയർഡ് എന്നുള്ളത് ടിക്കറ്റ്. ഇത് കുട്ടി അറ്റംപ്റ്റ് ചെയ്യാതെ കുട്ടിക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. കുട്ടിയുടെ പേര്, സ്കൂളിൻ്റെ പേര്, ജില്ല ചോദിച്ചു. ഇനി പുതിയ സെക്ഷനാണ് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ ആഡ് സെക്ഷൻ എന്നുള്ളത് എടുത്തു. ഈ സെക്ഷൻ എപ്പോഴാണ് ലോഡ് ചെയ്ത് വരേണ്ടത്? ആദ്യത്തെ സെക്ഷന് ശേഷം. അതുകൊണ്ട് കണ്ടിന്യൂ ടു നെക്സ്റ്റ് സെക്ഷൻ. കുട്ടി ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകണം. അത്രേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓർഡറിങ്ങിന് വ്യത്യാസമില്ല. അതാ രണ്ടാമത്തെ സെക്ഷന് നമ്മളിതാ പേരിടുകയാണ്. അൺടൈറ്റിൽഡ് സെക്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ പേര് ഇടാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരീക്ഷ തുടങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു ടൈറ്റിൽ നമ്മളങ്ങ് കൊടുക്കും. മാത്രമല്ല കുട്ടി പരീക്ഷ എഴുതാൻ നേരത്ത് അവിടെ നമ്മൾ ഒരു ടൈറ്റിലിട്ടു. ഇപ്പോഴും നമ്മൾ അൺടൈറ്റിൽഡ് എന്നുള്ള ഫോം മാറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഫോമിന് പേര് മാറ്റാൻ പോകുന്നത്. താഴെ നമ്മൾ കൊടുത്ത ആ ഡിസ്ക്രിപ്ഷൻ മാറ്റി ഫോമിൻ്റെ പേരാക്കി. ഫോമിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫയലിൻ്റെ പേരും അത് തന്നെയാക്കി. ഫോമിൻ്റെ പേര് തന്നെയാണ് ഫയലിൻ്റെ പേര്. അങ്ങനെ രണ്ടും ഒരേ പേരാക്കി. കാരണം ഈ പേര് വെച്ചാണ് നമ്മളിനി ഫയൽ ഫോൾഡറിൽ തപ്പുമ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫയലിൻ്റെ പേര് വെച്ചാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ്. ഇനി ഡിസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ പേരിട്ടു. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ഫോം കൊണ്ട് എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ഇങ്ങോട്ട് കാണിക്കും. നമ്മൾ കുട്ടി പരീക്ഷയ്ക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീനാണല്ലോ അത്. അപ്പോൾ കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ വിവരങ്ങളും ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കുകയാണ്. ഓൾ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, സ്കൂൾ നെയിം, ഡിസ്ട്രിക്റ്റ് ആർ കമ്പൽസറി. ഇതൊക്കെ നിർബന്ധമായിട്ട് എഴുതണം. ഇതുപോലെ നമ്മൾ നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ പരീക്ഷാ പേപ്പറിൽ ആദ്യത്തെ പേജിൽ കാണുന്ന മുഴുവൻ വിവരങ്ങൾ, ഓരോ സെക്ഷനുണ്ട്, അല്ലെങ്കിൽ ഓരോ സെക്ഷന് ഇത്ര മാർക്കുണ്ട്, ഇത്ര സമയം കൊണ്ട് എഴുതണം, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വിവരണങ്ങൾ മുഴുവൻ നമ്മളിവിടെ കയറ്റും. There are a total of 50 objective type answer questions. You should attempt all the questions. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്. ഇത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ആയതുകൊണ്ട് കുട്ടി സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏതെന്ന് കാണിക്കാൻ വേണ്ടി ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു വിവരവും നമ്മൾ കുട്ടിക്ക് കൊടുക്കണം. യു ഷുഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ബൈ സെലക്ടിങ് എനി ഓഫ് ദ ഗിവൺ 4 ഓപ്ഷൻസ്. ഓരോ ചോദ്യത്തിനും നെഗറ്റീവ് മാർക്കില്ലെന്നും ഓരോ സ്കോറാണെന്നും നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടണിൽ ഞെക്കണം എന്ന് കുട്ടിയെ പ്രത്യേകം ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ കുട്ടി വിചാരിക്കും 50ാമത്തെ ചോദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ റിസൾട്ട് വരാത്തതെന്ന് വിചാരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ബട്ടണിൽ ഞെക്കണം എന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ ഓർമ്മിപ്പിക്കണം. സബ്മിറ്റ് ബട്ടണിൽ അമർത്തിയാൽ മാത്രമേ ടോട്ടൽ സ്കോറും കുട്ടിയുടെ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെ, തെറ്റിപ്പോയത് ഏതൊക്കെ, തെറ്റിയ ഉത്തരങ്ങൾക്ക് ഏതായിരുന്നു ശരി ഉത്തരം എന്നുള്ള വിവരണങ്ങൾ കിട്ടും എന്ന വിവരം നമ്മൾ ആദ്യമേ തന്നെ വിവരണത്തിൽ കൊടുക്കും. അങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ മുഴുവൻ ടൈപ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫോമിലെ ഡിസ്ക്രിപ്ഷൻ മുഴുവൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി നീക്കാനായിട്ട്. ഹാവ് എ നൈസ് സ്റ്റഡി ടൈം, വിഷിങ് യു സക്സസ് എന്നൊക്കെ നമ്മൾ ഭംഗിയിൽ ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് കയറ്റി. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോമിന് പേരിട്ടു. HSTA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇട്ടു. മുകളിൽ നോക്കുമ്പോൾ കാണാം 2 സെക്ഷൻ ഉള്ളതിൽ ആദ്യത്തെ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഫൈനൽ എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോ സേവാണ്. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഈ ഫോം നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള 3 ഇൻഫോർമേഷൻ വാങ്ങി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ടൈപ്പ് ചെയ്ത് കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ മുമ്പ് തന്നെ സെക്ഷന് ഹെഡിങ് ഇട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ളിടത്ത്. അതുകൂടാതെ ഇപ്പോൾ അതാ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വിവരണം ചെയ്ത് കയറ്റുകയാണ്.
ക്ലിക്ക് ഓൺ എനി വൺ ഓഫ് ദ 4 ഓപ്ഷൻസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ശരിയെന്ന് തോന്നുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ്മിറ്റ് ഞെക്കുമ്പോൾ ഇവാലുവേഷൻ നടത്തി വരും എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചോദ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി 50 ചോദ്യങ്ങൾ കയറ്റലാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളിടത്ത് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻ്റായിട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫയലിൽ നിന്ന് ആദ്യത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം തിരിച്ച് ഫോമിൽ വരുന്നു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ചോദ്യ ഉത്തരങ്ങളും പേസ്റ്റായി. പക്ഷെ അതിൽ നിന്നും ഉത്തരങ്ങൾ മാത്രം കട്ട് ചെയ്ത് എടുത്ത് ഓപ്ഷൻ 1 കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓപ്ഷൻ 1 ബാക്കി ഉത്തരങ്ങൾ, അതായത് ബിയും സിയും ഡിയും പേസ്റ്റ് ചെയ്തല്ലോ, അത് കട്ട് ചെയ്തെടുത്ത് ഓപ്ഷൻ ബിയിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ കോപ്പി ചെയ്തു. അത് കഴിഞ്ഞ് സിയും ഡിയും ഓപ്ഷൻ കട്ട് ചെയ്തെടുത്ത് മൂന്നാമത്തെ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഡി മാത്രം കട്ട് ചെയ്തെടുത്ത് നാലാമത്തെ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ 50 ചോദ്യോത്തരങ്ങൾ നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആ 4 ചോയ്സിലേക്കും ചോദ്യത്തിലേക്കും ആയിട്ട് നമുക്ക് എൻട്രി നടത്താം. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. 50 ചോദ്യങ്ങൾക്ക് ഇതുപോലെ 50 ചോദ്യങ്ങൾ 50 ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റണം. വേർഡ് ഡോക്യുമെൻറ്റിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിന് പകരം നമുക്ക് നേരിട്ട് ഇവിടെ ടൈപ്പ് ചെയ്താലും മതി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോയിൻ്റ് 1 എന്ന് പ്രത്യേകം കൊടുത്തു, അതായത് ഇതിൻ്റെ മാർക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. ഉത്തരം ഏതാ ശരി? ലൈൻ എന്നുള്ള ഡി ഓപ്ഷനാണ് ശരി. അതിവിടെ വന്ന് ലൈൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഒന്നുകൂടിയും കാണാം. പോയിൻ്റ് നമ്മൾ 1, 2, 3, 4 നമുക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് ഇടാം. ഒരു പോയിൻ്റ് നെഗറ്റീവ് മാർക്ക് പറ്റില്ല, ഒരു മാർക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഏത് ഉത്തരമാണോ ശരി അത് നമ്മൾ സെലക്ട് ചെയ്തു. ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഉത്തരത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. എല്ലാം കഴിഞ്ഞാൽ ഡൺ ചെയ്തത് നമ്മൾ ആൻസർ കീ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉത്തരങ്ങൾ ഏതെന്നുള്ളത് സെറ്റ് ചെയ്തത്, അതിൻ്റെ മാർക്ക് സെറ്റ് ചെയ്തത്. ഇനി ഇതന്നെ ആവർത്തിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ചോദ്യവും ഉത്തരങ്ങളും കട്ട് ചെയ്തെടുക്കുന്നു, തിരിച്ച് നമ്മുടെ ഫോമിൽ പോകുന്നു, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുന്നു. 4 ഓപ്ഷൻസ് മാത്രം അവിടെ നിന്ന് പിന്നെയും കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് പോയി ഓപ്ഷൻ 1 പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓപ്ഷൻ 1 എ ഓപ്ഷൻ മാത്രം നിലനിർത്തിക്കൊണ്ട് ബിയും സിയും ഡിയും അടുത്തതായി കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് രണ്ടാമത്തെ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നു. അവിടെ സിയും ഡിയും മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഡി മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. നാലാമത്തെ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നു. താഴെ ആൻസർ കീ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. മാർക്ക് 1 സെറ്റ് ചെയ്യുന്നു. ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കുന്നു. പ്രൂഫാണ് ശരി ഉത്തരം. ബി പ്രൂഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഡൺ. 2 ചോദ്യോത്തരങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേ പ്രവൃത്തി നമുക്ക് 50 ചോദ്യങ്ങൾക്ക് ആവർത്തിക്കണം. അത് മുഴുവൻ കഴിഞ്ഞാലേ നമുക്കിനി ഫോമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. 50 ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സ്പീഡുള്ള ഒരാളാണെങ്കിൽ പോലും 1 മണിക്കൂർ വേണ്ടി വരും. 1 മണിക്കൂർ ചുരുങ്ങിയത് വേണ്ടി വരും. ഇവിടെ 4 ഓപ്ഷനുകൾ കൂടാതെ ആഡ് അതർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള അവരെ കൊണ്ട് ടൈപ്പ് ചെയ്യിക്കാവുന്ന ഒരു ഓപ്ഷൻ. അതായത് ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ചോദ്യത്തിൽ തെറ്റുണ്ട് എന്നൊക്കെ അവരെ കൊണ്ട് ടൈപ്പ് ചെയ്യിക്കാനുള്ള ഒരു സൗകര്യം ഇതിലുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മളാകെ യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാവുന്ന 4 ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശരി ഉത്തരം അവരെ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കാവുന്ന രീതിയിൽ മാത്രമാണ്. അങ്ങനെ നമ്മൾ 50 ചോദ്യങ്ങളിലെ ശരി ഉത്തരങ്ങൾ ടിക്ക് മാർക്ക് വഴിയും ഓരോ ചോദ്യത്തിനുമുള്ള ഓരോ സ്കോറും 50 തവണ സെറ്റ് ചെയ്യാം. അപ്പോൾ വേർഡ് ഡോക്യുമെൻറ്റിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിന്
ഉത്തരം സെറ്റ് ചെയ്തു. 50 ചോദ്യങ്ങളുടെ ഉത്തരം സെറ്റ് ചെയ്തു. ഓരോ സ്കോർ ഇട്ടു. എല്ലാം ശരിയായില്ലേ എന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നുകൂടിയും വായിച്ചു നോക്കണം. എല്ലാ ഉത്തരങ്ങളും നമ്മൾ സെലക്ട് ചെയ്തില്ലേ എന്ന് നോക്കണം. അത് നോക്കാനുള്ള എളുപ്പ വഴി ഓരോ ചോദ്യത്തിൻ്റെ നേരെ ഉത്തരത്തിന് നേരെ ടിക്കും 1 പോയിൻ്റ് എന്നും ഇല്ലേ എന്ന് നോക്കണം. ഓരോ ചോദ്യം എടുക്കണം. അതിൽ ആ ചോദ്യ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഉത്തരത്തിന് ഒരു ടിക്കും ഒരു പോയിൻറ്റും ഇല്ലേ എന്ന് പ്രത്യേകം എടുത്തു നോക്കണം. മൗസ് ചുമ്മാ സ്ക്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഓരോ ചോദ്യത്തിൻ്റെ സെക്ഷനിലും ക്ലിക്ക് തന്നെ ചെയ്തിട്ട് നോക്കണം. കറക്റ്റ് ഉത്തരം നമ്മൾ അറിയണമെന്നില്ല. ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ കറക്റ്റ് ഉത്തരം ഏതാണെന്നും അതിന് സ്കോർ ഇട്ടിട്ടുണ്ടോ എന്നും കാണാം. അങ്ങനെ 50 ചോദ്യങ്ങളും കഴിഞ്ഞാൽ മുകളിൽ ടോട്ടൽ പോയിൻറ്റ്സ് 50 എന്നത് അവിടെ കാണാം. ആ ടോട്ടൽ പോയിൻറ്റ്സ് 50 കണ്ടാൽ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പ്രിവ്യൂ നമുക്കൊന്ന് എടുത്തു നോക്കാം. എങ്ങനെയാണ് കുട്ടികൾ ഇത് കാണുന്നത് എന്നുള്ള രീതിയിൽ നമുക്കെടുത്ത് നോക്കാം. അതിനുവേണ്ടി പ്രിവ്യൂ എടുത്തു. ഞാൻ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ പേര് ടൈപ്പ് ചെയ്തു, സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്തു. ഞാൻ ഉൾപ്പെടുന്ന സ്കൂളിരിക്കുന്ന സ്ഥലം, ജില്ല ഏതാണോ അതും സെലക്ട് ചെയ്തു. അപ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞു. ഇതാ കണ്ടോ, എനിക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. എല്ലാ ജില്ലകളിലെ പേരും അതർ സ്റ്റേറ്റും ഒക്കെ അതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2ലേക്ക് പോകാനാണ് ഈ നെക്സ്റ്റ്. അതിൽ എനിക്കിപ്പോൾ ഇതാ മുകളിൽ ഡിസ്ക്രിപ്ഷൻ വന്നു. വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്താം. എനിക്കിപ്പോൾ ഇതിലെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഡമ്മി ആണല്ലോ, ഇതാ കാണാം. ഞാൻ എല്ലാ ഉത്തരങ്ങളും ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ചിലതൊക്കെ സെലക്ട് ചെയ്യാൻ വിട്ടുപോകുന്നു. അങ്ങനെ 1 മുതൽ 50 വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. എല്ലാം സെലക്ട് ചെയ്യണമെന്നില്ല. ഞാൻ ചിലതൊക്കെ സെലക്ട് ചെയ്യാതെ കുട്ടി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്ന് കാണാമല്ലോ. അങ്ങനെ 50 ഉത്തരങ്ങളും കഴിഞ്ഞു. 50 ഉത്തരങ്ങളും കഴിഞ്ഞപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ ചിലതൊക്കെ സെലക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. 39ാമത്തെ ഉത്തരം ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. 38 സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചിലതൊക്കെ സെലക്ട് ചെയ്യാൻ മിസ്സിങ് ആണ്. എല്ലാത്തിൻ്റെയും നേരെ ഓരോ പോയിൻ്റ് എന്നുണ്ട്. അതായത് അതൊക്കെ ശരിയായാൽ ഓരോ പോയിൻ്റ് കിട്ടും എന്നാണ് അർത്ഥം. ഞാൻ സബ്മിറ്റ് ബട്ടൺ ഞെക്കിയപ്പോൾ വന്നു. റിസൾട്ട് അല്ല വന്നത്, പകരം ചുവന്ന കളറിൽ ദിസ് ഈസ് എ റിക്വയർഡ് ക്വസ്റ്റ്യൻ എന്ന് കമ്പൽസറി ആയിട്ട് കുട്ടി അറ്റംപ്റ്റ് ചെയ്തിരിക്കണം എന്ന രീതിയിൽ മെസ്സേജാണ് കുട്ടിക്ക് കിട്ടുക. അപ്പോൾ അത് മുഴുവൻ അറ്റംപ്റ്റ് ചെയ്താലേ കുട്ടിക്ക് റിസൾട്ട് പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിർബന്ധമായും കുട്ടിയെ കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യിക്കാനാണ് നമ്മൾ റിക്വയർഡ് എന്ന ഓപ്ഷൻ നമ്മൾ ഫോം ഉണ്ടാക്കുമ്പോൾ തന്നെ ടിക്ക് ചെയ്തു വെച്ചത്. സബ്മിറ്റ് ഞെക്കിയാൽ എല്ലാം ശരിയായി. എല്ലാം സെലക്ട് ചെയ്തു. താങ്ക് യു ഫോർ അറ്റൻഡിങ് എക്സാം നമ്മൾ കൊടുത്ത മെസ്സേജ് അവിടെ വന്നു. പ്ലീസ് സീ യുവർ റിസൾട്ട്സ് ഓൺ ദ നെക്സ്റ്റ് പേജസ്. നമ്മളത് അവിടെ കൊടുത്ത മെസ്സേജാണ്, അത് വന്നു. അപ്പോൾ നമ്മളിനി വ്യൂ സ്കോർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. വ്യൂ സബ്മിറ്റ് അനദർ റെസ്പോൺസ് വേണമെന്നൊരു ചോദ്യം ആദ്യം ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ കൊടുത്തത് കാരണം അതിവിടെ വന്നു. വ്യൂ സ്കോർ എടുത്ത് നോക്കിയാൽ കുട്ടിയുടെ സ്കോർ കാണാം. ടോട്ടൽ പോയിൻറ്റ്സ് 17. 50 ചോദ്യങ്ങൾക്ക് 17 മാർക്ക് കണ്ടല്ലോ. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി ഇങ്ങനെയാണ് കാണുക. പരീക്ഷ കഴിഞ്ഞാൽ 17 മാർക്ക് കിട്ടി 50-ൽ എന്ന് കാണും. മാത്രമല്ല ആ 50 ചോദ്യങ്ങളുടെയും ലിസ്റ്റും തെറ്റിപ്പോയാൽ എന്തു കുട്ടി എഴുതിയെന്നും ശരിയായ ഉത്തരം ഏതാണെന്നും ഡീറ്റെയിലായി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓരോ ഉത്തരത്തിനും ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നതെല്ലാം ഇപ്പോൾ ശരി ഉത്തരമാണെങ്കിൽ അതിൻ്റെ കൂടെ, തെറ്റാണെങ്കിൽ ശരി ഉത്തരത്തിൻ്റെ നേരെ ഡിസ്ക്രിപ്ഷനായിട്ട് അതും കൂടി എഴുതി വന്നേനെ. അപ്പോൾ ഒരു വിശദീകരണം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അതും കൂടി നോക്കുക. ഫോം ഉണ്ടാക്കി. ഈ ഫോം
ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ ഈ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെങ്കിലും അല്ലെങ്കിൽ ഫോം കുട്ടികളുടെ കയ്യിലെത്തുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് വായിച്ച് നോക്കാൻ വേറൊരു ടീച്ചറെ ഏൽപ്പിക്കണമെങ്കിലും അത് സാധിക്കും. കൊളാബറേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ ഈ ഫോം എഡിറ്റ് ചെയ്യാനായിട്ട് കൂട്ടിച്ചേർക്കാം. എങ്ങനെയാണ് വേറൊരാളെ ഈ ഫോമിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി കൂട്ടിച്ചേർക്കുക എന്നാണ് ഇനി നമ്മൾ കാണുന്നത്. അതാ ലിങ്ക് ഷെയറിംഗ് ആണ് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ പബ്ലിക്കാക്കി വയ്ക്കാം, വെബിലുള്ള ആർക്കും ഇത് കാണാവുന്ന രീതിയിൽ. അതിന് പകരം ഏറ്റവും സേഫ് ലിങ്ക് ഷെയറിംഗ് ആണ്. കാരണം ലിങ്ക് ആരുടെ കയ്യിലാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അവർക്ക് മാത്രമേ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എഡിറ്റ് എന്നുള്ള ഓപ്ഷന് പകരം വ്യൂ മാത്രമൊക്കെ പറ്റൂ കേട്ടോ. നമ്മൾ ഇപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലരെ മാത്രം സെലക്ട് ചെയ്ത് ഇമെയിൽ അഡ്രസ്സ് വഴി ചേർക്കണമെങ്കിൽ അതും സാധിക്കും. ഷെയറിങ് ഇല്ല, സ്പെസിഫിക് പീപ്പിൾ മാത്രമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് സാധിക്കും. അതായത് ഇവിടെ നമ്മൾ ഇപ്പം എൻ്റെ പേര് കാണാം, ഇപ്പോൾ എനിക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റൂ. സ്പെസിഫിക് പീപ്പിളിൻ്റെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റും. ഇനി വേണ്ട ലിങ്കുള്ള എല്ലാവർക്കും പറ്റുന്നുള്ള രീതിയിലാണ് ഞാനത് ഓപ്റ്റ് ചെയ്യുന്നത്. അതാണ് നല്ലതും. നമുക്ക് വാട്സാപ്പ് വഴി ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ ആ ടീച്ചേഴ്സിനും ഈ ഫോം കുട്ടികൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ലിങ്ക്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം ആ ലിങ്ക്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആണെങ്കിൽ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ, അത് ഞാൻ മാറ്റുന്നു. ഹൂ ക്യാൻ ആക്സസ് എന്നുള്ളത് മാറ്റുന്നു. എന്നിട്ട് എനിവൺ വിത്ത് എ ലിങ്ക് എടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. അപ്പോൾ അതാ ലിങ്ക് ടു ഷെയർ. ആ ലിങ്കാണ് നമ്മൾ ബാക്കി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കേണ്ടത്. അത് ഇമെയിൽ വഴിയോ ഫേസ്ബുക്ക് വഴിയോ നമ്മൾ അയച്ചു കൊടുത്താൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോം ഡിസൈൻ ചെയ്യുന്നത് അവർക്ക് കാണാം. അവരുടേതായ കോൺട്രിബ്യൂഷൻസ് അവർക്ക് പറ്റും. ഞാനിപ്പോൾ ഈ ഫോം ഡിസൈൻ ചെയ്യാനായിട്ട് വേറെ 2 ആളെ കൂടി അധികാരപ്പെടുത്തുകയാണ്. അബൂബക്കർ എന്ന ഒരു സാറിനെയും കരോൾ എന്ന സാറിനെയും ഞാൻ അധികാരപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ കൂടാതെ ഇവർ 2 പേർക്കും ഈ ഫോമിൽ ചേഞ്ചുകൾ വരുത്താനുള്ള പെർമിഷൻ ഉണ്ട്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും തെറ്റോ ടൈപ്പിംഗ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവർ 2 പേരുടെ പേര് ഇൻവൈറ്റിൽ എടുത്തു. സെൻഡ് ബട്ടൺ ഞെക്കിയാൽ അവർ 2 പേർക്കും ഇങ്ങനെ ഒരു ലിങ്കും ചെല്ലും, എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടും. കണ്ടല്ലോ, ആ ലിങ്കാണ് കിട്ടേണ്ടത്. മുകളിൽ ലിങ്ക് ടു ഷെയർ അലോസ് എഡിറ്റിംഗ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ലിങ്ക്, അത് നമ്മളവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കും. അവർക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് കൊടുക്കുക. അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കൂട്ടിച്ചേർത്ത എഡിറ്റേഴ്സ് പുതിയ ആൾക്കാരെ ചേർക്കാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ അവരെ കൊണ്ട് പുതിയ 2 ആൾക്കാരെ ചേർത്തിക്കണമെങ്കിൽ അതും സാധിക്കും. അപ്പം നമുക്കറിയാത്തവരെയും വേണമെങ്കിൽ നമ്മുടെ ഫോം എഡിറ്റ് ചെയ്യാനായിട്ട് കൂട്ടിച്ചേർക്കാം. ഇതുപയോഗിച്ച് നമുക്ക് ഓരോ ചാപ്റ്റർ 2-3 ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിടിയിക്കാം. കാരണം ഒരാൾ തന്നെ എല്ലാ ചോദ്യങ്ങളും ടൈപ്പ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓരോ സബ്ജക്റ്റിലെ 3-4-5 പേരുടെ ഗ്രൂപ്പ് ഒരു ലിങ്ക് എടുക്കുന്നു, അവരെല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് അടിച്ച് കയറ്റുന്നു. സാധിക്കും. ഞാനവിടെ ആ ലിങ്ക് കോപ്പി ചെയ്തു. എന്നിട്ട് എൻ്റെ ഇമെയിൽ തുറന്നു. ഇമെയിൽ വഴി ഞാൻ വേറെ ആൾക്ക് ആ ഇമെയിൽ വഴി അയച്ചു കൊടുക്കുകയാണ് ഈ ലിങ്ക്. ഇപ്പം കാണിച്ചു തരാം. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തുറന്ന് അതിൽ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ റൈറ്റ് ബട്ടൺ ഞെക്കി പേസ്റ്റ് ചെയ്യും. ആദ്യമേ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ലിങ്ക് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ആരുടെ പേരാണോ അതിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്ക് കിട്ടും, ലിങ്ക് കിട്ടും. എന്നിട്ട് എങ്ങനെയാണ് അയാൾ ഈ ഫോം കാണുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുക്കാൻ പോകുന്നത് എനിക്ക് തന്നെ എൻ്റെ മെയിൽ അഡ്രസ്സിൽ വൈഫിൻ്റെ പേരിൽ, പിന്നെ എന്താണ് ഈ ലിങ്ക് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സബ്ജക്റ്റ് ലൈനിൽ ഒരു മെസ്സേജ് ഇട്ടു. ലിങ്ക് ടു എഡിറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലൊരു ക്ലൂ കൊടുത്തു. എന്നിട്ട് താഴെ മാറ്റർ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് റൈറ്റ് ബട്ടൺ ഞെക്കി ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യും. ഇത്രയും മതി. ഇതങ്ങ് സെൻഡ് ചെയ്താൽ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫോമിൽ മറ്റൊരാൾക്കും കൂടി എഡിറ്റിങ് പോസിബിൾ ആവും, ഡിസൈൻ ചെയ്യാനായിട്ട് പോസിബിൾ ആവും. 2 ചോദ്യം കൂട്ടിച്ചേർക്കണോ, 1 കളയണോ, ടൈപ്പ് ചെയ്ത് മാറ്റണോ ഒക്കെ അവർക്കും കൂടി പോസിബിൾ ആവും. ആ ലിങ്ക് എടുത്തു, കോപ്പി ചെയ്തു. അതാണ് നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ വന്ന് പേസ്റ്റ് ചെയ്തത്. ഒരു തവണയും കൂടി കാണാം. ആ ലിങ്ക് എടുക്കുന്നു,
ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തത്. ആ ലിങ്ക് എടുത്തു, കോപ്പി ചെയ്തു. അതാണ് നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ വന്ന് പേസ്റ്റ് ചെയ്തത്. ഒരു തവണയും കൂടി കാണിച്ചു തന്നു എന്ന് മാത്രം. ഇതാവശ്യമില്ല, ഒറ്റ തവണ മതി, ഞാനത് മായ്ച്ച് കളയാം. ഇതങ്ങോട്ട് സെൻഡ് ചെയ്താൽ കിട്ടേണ്ടവർക്ക് കിട്ടും. ആ ലിങ്കിൻ്റെ കോപ്പി എനിക്ക് തന്നെ അയച്ചതുകൊണ്ട് എൻ്റെ ഇമെയിലിൽ അത് വന്നിട്ടുണ്ട്. അതെടുത്ത് നോക്കിയാൽ എനിക്ക് അവിടെ ആ ലിങ്ക് കാണും. അപ്പോൾ ഇമെയിലിൽ നിന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോം തുറന്നു വരും. ഒന്നുകൂടിയും കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നൊക്കെ ലോഗ് ഔട്ട് ചെയ്ത് തിരിച്ച് മെയിൽ മാത്രം തുറക്കുന്നു. മെയിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഞാൻ ലോഗ് ഔട്ട് ചെയ്യുന്നു. ലോഗ് ഔട്ട് ചെയ്തിട്ട് ആ ലിങ്ക് വഴി ഒരു തവണയും കൂടി ഇതേ ഫോം എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. സൈൻഡ് ഔട്ട്, ആരുമില്ല. ഗൂഗിളിൽ സൈൻ ചെയ്തിട്ട് ആരുമില്ല. എനിക്ക് ഇമെയിലിൽ കൂടെ കിട്ടിയ ലിങ്ക് ഞാൻ തുറക്കുന്നു. എനിക്ക് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫോം അവൈലബിളായി കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ടീച്ചേഴ്സിന്, അത് ഹൈസ്കൂളാവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, കോളേജ് ആവട്ടെ, ഓൺലൈനിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ നടത്താവുന്ന രീതി ഇതാണ്. അക്സെപ്റ്റിംഗ് റെസ്പോൺസസ്, നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് ഒരു ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കാനോ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേവരെ നമ്മൾ ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ക്വസ്റ്റ്യൻസിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം എല്ലാ പണികളും കഴിഞ്ഞാൽ റെസ്പോൺസസ് എടുത്ത് നോക്കുക. റെസ്പോൺസസിൽ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ പാടില്ലെങ്കിൽ നോട്ട് അക്സെപ്റ്റിംഗ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപ്പോൾ മുതൽ ഈ ലിങ്ക് കിട്ടിയാൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇൻ്റർനെറ്റ് വഴി ഫോമിൽ കയറും, ഉത്തരങ്ങൾ രേഖപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഫോം ഡിസൈൻ ചെയ്യാമെന്നും അതിൽ ആൾക്കാരെ കൂടുതൽ എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്നും കണ്ടു. ഇനി കുട്ടികൾക്ക് ഇത് എങ്ങനെ എത്തിച്ചു കൊടുക്കും, പരീക്ഷ എഴുതാനായിട്ട് അവർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇനി. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റിംഗ് റെസ്പോൺസസും നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ളൊരു ടോഗിൾ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമ്മൾ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യും. അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് സെൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കവിടെ ഈ സബ്ജക്റ്റ് എന്താണെന്നും ഐ ഹാവ് ഇൻവൈറ്റഡ് യു ടു ഫിൽ ഔട്ട് എ ഫോം എന്നുള്ള രീതിയിൽ ഒരു വിൻഡോയിൽ 2 ടെക്സ്റ്റ് മെസ്സേജും കിട്ടും. അവിടെ ഒരു ലിങ്കിൻ്റെ പടം കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനുള്ള ലിങ്ക് അവിടെ കാണാം. വലിയൊരു ലിങ്കായിരിക്കും, കുറേ ആൽഫബറ്റ്സും നമ്പേഴ്സുള്ള വലിയൊരു ലിങ്കായിരിക്കും. അതിനെ ചെറുതാക്കാൻ വേണ്ടി ഷോർട്ടൻ URL എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിടുമ്പോൾ ആ ലിങ്കിന് തുല്യമായ ചെറിയൊരു ലിങ്ക് നമുക്ക് കിട്ടും. ഈ ലിങ്കാണ് നമ്മൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഈ ലിങ്ക് നമ്മൾ വാട്സാപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഷെയർ ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് നേരിട്ട് അവിടെ വന്ന് ഫോമിൽ വന്ന് അവരുടെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് അവരെപ്പോൾ വന്നാലും പറ്റില്ല. നമ്മൾ എപ്പോഴാണോ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ളത് എനേബിൾ ചെയ്യുന്നത് അപ്പോൾ തൊട്ടേ അവർക്ക് ആ ലിങ്ക് വഴി കയറിയാൽ പോലും എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാളെ രാവിലെ 10 മണി മുതൽ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജും പാസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രാവിലെ 10 മണി കണക്കാക്കിയിട്ട് ഈ ഫോമിലെ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ളത് എനേബിളും ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ നമ്മൾ മെയിൽ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കാണിച്ചത്. ആ ഷോർട്ടൻഡ് ലിങ്കാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഒരു പണി കഴിഞ്ഞു. ഫോം ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഫോമിൻ്റെ ലിങ്ക് എടുത്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കൽ കഴിഞ്ഞു. ഇനി ആ സ്റ്റെപ്പുകൾ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എങ്ങനെ ഫോമിൻ്റെ ലിങ്ക് ഷോർട്ടൻ ചെയ്തുണ്ടാക്കാം. അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഷോർട്ടൻഡ് ലിങ്കിൻ്റെ കോപ്പി എടുത്തിട്ട് നമ്മുടെ ബ്രൗസറിൽ തന്നെ നേരിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നോക്കുക. ആ ഷോർട്ടൻഡ് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോം അവിടെ ലോഡായി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഷോർട്ടൻ ചെയ്തെടുത്തതും നമ്മൾ ഡിസൈൻ ചെയ്ത ഫോമൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് തന്നെ നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ കൂടെ നോക്കി കണ്ട് തൃപ്തിപ്പെടാം. ഈ കുട്ടികൾ രേഖപ്പെടുത്തിയ ഉത്തരങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു താരതമ്യ പഠനവും നമുക്ക് പോസിബിളാണ്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. കുട്ടികൾ എഴുതിയ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ചോദ്യത്തിൻ്റെയും ഏത് ചോയ്സാണ് കൂടുതൽ കുട്ടികൾ രേഖപ്പെടുത്തിയതെന്നും എല്ലാവരും തെറ്റിപ്പോയത് ഏത് ഉത്തരത്തിനാണെന്നും ഏത് ജില്ലക്കാർ എത്ര ശതമാനം ഉണ്ടെന്നും നമ്മുടെ ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു താരതമ്യ പഠനം ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. റെസ്പോൺസസ് എന്ന സെക്ഷൻ എടുത്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവരും വീഡിയോയിൽ കണ്ട പോലെ ചെയ്യാൻ നോക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു പരീക്ഷ നടത്തി കുട്ടികളുടെ അടുത്തെത്തിക്കുക. വീട്ടിലാണെങ്കിലും അവരെ പഠനത്തിൻ്റെ മൂഡിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കാലത്തും ഈ ഒരു ടെക്നിക്ക് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ വഴി നിങ്ങൾക്ക് കുറച്ചെങ്കിലും പുതിയ അറിവ് കിട്ടിയെന്ന് വിശ്വസിക്കട്ടെ. താങ്ക് യു.